നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻത്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസി ജില്ലാ സമ്മേളനം പിലാത്ര കൈരളി ഓഡിറ്റോറിയത്തിൽ കേരള പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പി.ടി. കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് എസ്.എഫ്.ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരത്തിൽ പ്രകടനം. ഹക്കിം വധം ഉപവാസ സമരം 3 മാസം പിന്നിട്ടു. സംയുക്ത സമരസമിതി എക്സിക്യൂട്ടീവ് അംഗം എ.വി. രാജീവന്റെ നിരാഹാരം 7ാം ദിവസത്തിലേക്ക്. രുചികരവും പോഷക സമൃദ്ധവുമായ കറിക്കൂട്ടുകൾ ഒരുക്കി കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഇലക്കറിമേള ഇലയറിവ് ശ്രദ്ധേയമായി. വെള്ളിച്ചിലങ്ക കിലുക്കി സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കക്കറ പത്തായക്കുണ്ട് വെള്ളച്ചാട്ടം. കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസാപ് തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. പ്രവാസി ജില്ലാ സമ്മേളനം പിലാത്ര കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പി.ടി. കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധികൾ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. വളരെ ആസൂത്രിതമായ ഒന്നാണ് ആധുനിക കാലഘട്ടത്തിൽ പ്രവാസം. ഒന്നിനോടും അവകാശമില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുകയാണ് ആധുനിക കാലത്ത് പ്രവാസം കൊണ്ട് കോർപ്പറേറ്റുകൾ ലക്ഷ്യമിടുന്നത്. സംസ്കാരമില്ലാത്ത, ഭാഷയില്ലാത്ത വ്യക്തിയായി പ്രവാസിയെ മാറ്റാനാണ് മുതലാളിത്തം ശ്രമിക്കുന്നത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പി.ടി. കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. അവൻ അതിനെല്ലാം മറികടക്കുന്ന ഒന്നായിട്ട് പ്രവാസത്തെ അവൻ ഉപയോഗപ്പെടുത്തുകയും ആധുനിക ലോകം കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമായി ലോകത്ത് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ഈ മാറ്റം ആധുനിക രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രങ്ങളിൽ ഒക്കെ തന്നെ വമ്പിച്ച മാറ്റങ്ങൾക്ക് കാരണമാകുകയും പുതിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഉടലെടുക്കുകയും ചെയ്തു എന്നതാണ്. ഈ പ്രതികൂല സാഹചര്യത്തിൽ പ്രവാസിക്ക് സമൂഹത്തിന്റെ പിന്തുണയാണ് ആവശ്യം. അത് നൽകാൻ നമ്മുടെ സമൂഹം തയ്യാറാവണമെന്നും പി.ടി. കുഞ്ഞുമുഹമ്മദ് കൂട്ടിച്ചേർത്തു. ചടങ്ങിന്റെ ഭാഗമായി പ്രവാസികളുടെ മക്കളിൽ +2 കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ.വി. നാരായണൻ ഉപഹാര വിതരണം നടത്തി. സമ്മേളന സ്മരണിക പ്രകാശനം പി.പി. ദാമോദരൻ നിർവഹിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് ശേഷം വിവിധ സെഷനുകളും നടന്നു. വൈകിട്ട് പിലാത്ര കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനം നടന്നു. സമ്മേളന നഗരിയിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റിയ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം എം.വി. ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഇ.ടി. കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കെ. പത്മനാഭൻ, സി.എം. വേണുഗോപാലൻ, പി. സൈതാലിക്കുട്ടി, പി.പി. ദാമോദരൻ എന്നിവർ സംസാരിച്ചു. പി.പി. രാജൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എം.വി. ബാലകൃഷ്ണനെയും സെക്രട്ടറിയായി ഇ.എം.പി. അബൂബക്കറെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കണ്ണൂർ വിമാനത്താവളത്തിന് ഇ.കെ. നായനാരുടെ പേരിടണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തിരുവനന്തപുരത്ത് എസ്.എഫ്.ഐ പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരത്തിൽ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഗാന്ധി പാർക്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സി.വി. രഘ്നേജ്, കെ. മനുരാജ്, ബി. ബവിൻ, മിഥുൻ എന്നിവർ പ്രസംഗിച്ചു.
മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രജനി രാമാനന്ദന് പയ്യന്നൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ഗാന്ധി മന്ദിരത്തിൽ നടന്ന സ്വീകരണ യോഗം അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലും സംഘടനയ്ക്ക് ഒരു പുതിയ ഉന്മേഷമുണ്ടാവും എന്നുള്ളതുകൊണ്ട് രജനി രാമാനന്ദനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ചടങ്ങിൽ വിവിധ കമ്മിറ്റികൾ രജനി രാമാനന്ദന് പൊന്നാടി അണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. അത്തായി പത്മിനി ചടങ്ങിൽ അധ്യക്ഷയായി. മണ്ഡലം പ്രസിഡന്റ് കെ ജയരാജ്, വി സി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, ഇ പി ശ്യാമള, തങ്കം കരുണാകരൻ, പ്രൊഫസർ ഇന്ദിര ടീച്ചർ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ശൈലജ ടീച്ചർ സ്വാഗതവും നളിനി ടീച്ചർ നന്ദിയും പറഞ്ഞു. രജനി രാമാനന്ദ് മറുപടി പ്രസംഗവും നടത്തി. ഹക്കിം വധം ഉപവാസ സമരം 3 മാസം പിന്നിട്ടു. സംയുക്ത സമരസമിതി എക്സിക്യൂട്ടീവ് അംഗം AV രാജീവന്റെ നിരാഹാരം 6ാം ദിവസത്തിലേക്ക് കടന്നു. ഹക്കീം വധക്കേസ് അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി മെയ് 15-ന് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം 3 മാസം പിന്നിട്ടു. അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ കേന്ദ്ര സർക്കാർ വാദത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി ഈ മാസം 19-ലേക്ക് മാറ്റിവെച്ചു. സംയുക്ത സമരസമിതി എക്സിക്യൂട്ടീവ് അംഗം NV രാജീവന്റെ നിരാഹാരം 6ാം ദിവസത്തിലേക്കും കടന്നു. N സുബ്രഹ്മണ്യൻ, അപ്പുക്കുട്ടൻകാരയിൽ, PC ബാലചന്ദ്രൻ, പ്രവീൺ പടോളി എന്നിവർ സംസാരിച്ചു. വാസു ചൊറോട്, N ദാമോദരൻ, NV രാജീവന്റെ സഹപാഠികൾ എന്നിവരും സമരപന്തലിൽ സന്ദർശിച്ചു. കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസാപ് തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടി TK കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി റാങ്ക് ജേതാവിനുള്ള അനുമോദനവും നടന്നു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കി വരുന്ന തൊഴിൽ നൈപുണി പരിശീലന പദ്ധതിയുടെ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് ഈസ്റ്റർഡേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിന്റെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വലിയ ഒരു പദ്ധതിയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതിയിൽ എത്തിയിട്ടുള്ള ആയിരങ്ങളും 10,000 ലക്ഷങ്ങളുണ്ട്. പക്ഷെ അവർക്കൊന്നും തൊഴിൽ സാധ്യത ലഭ്യമല്ല, തൊഴിൽ ലഭ്യമല്ല. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മയാണ്. ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സ്വാതി KVയെ അനുമോദിച്ചു. കിരൺ കൃഷ്ണൻ, പ്രിൻസിപ്പൽ മാത്യു KD, ഹരീഷ് P നായർ, സുലോചന TV, സന്തോഷ് KV, ബെന്നി ഇലവുങ്കൽ, പുരുഷോത്തമൻ PV, ജിതിൻ മാത്യു, വിഷ്ണു മനോജ്, CK രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാടായിപ്പാറയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി മാടായിപ്പാറ കയ്യേറിയിട്ടില്ലെന്നും ചില മാധ്യമങ്ങൾ സൊസൈറ്റിയെയും സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളിനെയും അപകീർത്തിപ്പെടുത്തുകയാണെന്നും സൊസൈറ്റി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ ഇപ്പോൾ ഉപയോഗിക്കണമെന്ന റോഡ് ദേവസ്വത്തിന്റെ സ്വത്തല്ലെന്നും മാടായി ചൈന ക്ലേ കമ്പനിയുടെ സ്ഥലമാണെന്നും സൊസൈറ്റി ചെയർമാൻ PP കരുണാകരൻ അഭിപ്രായപ്പെട്ടു. മാടായിപ്പാറയിൽ പ്രവർത്തിക്കുന്ന കിങ്വുഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ ചിലർ കുറച്ചുകാലമായി അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സ്കൂളിന്റെ റോഡ് സംബന്ധിച്ചായിരുന്നു ഏറെ വിവാദം. സ്കൂൾ മാടായിപ്പാറ കയ്യേറി റോഡ് നിർമ്മിച്ചു എന്നാണ് ദേവസ്വം പറയുന്നത്. എന്നാൽ ഇത് ശുദ്ധ അസംബന്ധമാണ്. നിലവിൽ ചൈനാക്ലേ കമ്പനിയുടെ സ്ഥലത്തുകൂടിയാണ് സ്കൂളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത്. ആവശ്യമായ രേഖകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. സ്കൂൾ സ്ഥലം സംബന്ധിച്ച് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കേസ് പയ്യന്നൂർ സബ് കോടതി തള്ളിയതാണ്. ഇപ്പോൾ കിങ്വുഡ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. സൊസൈറ്റി അംഗങ്ങൾ തന്നെയാണ് കമ്പനി നടത്തുന്നത്. കമ്പനിയിലും സൊസൈറ്റിയിലും ബിനാമികളില്ല. +2 വരെ വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുകയാണ് സ്കൂളിന്റെ ലക്ഷ്യം. സ്കൂൾ ആർക്കും വിറ്റിട്ടില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലല്ല സ്കൂൾ പ്രവർത്തിക്കുന്നത്. മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത് എന്നും സ്കൂൾ അധികൃതർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമസമ്മേളനത്തിൽ PP കരുണാകരൻ, C ഭാസ്കരൻ, KC സജിത്ത് എന്നിവർ സംബന്ധിച്ചു. മഴമേഘങ്ങൾ തിമിർത്താടിക്കഴിഞ്ഞാൽ കാതങ്ങൾക്കപ്പുറത്തുനിന്നേ കേൾക്കാം വെള്ളിച്ചിലങ്ക കിലുക്കി സഞ്ചാരികളെ മാടി വിളിക്കുന്ന കക്കറ പത്തായക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ശീൽക്കാരധ്വനികൾ. പ്രണവ് പെരുവാമ്പയുടെ റിപ്പോർട്ട്. മഴമേഘങ്ങൾ തിമിർത്താടിക്കഴിഞ്ഞാൽ പിന്നെ കാതങ്ങൾക്കിപ്പുറത്തു നിന്നേ കേൾക്കാം വെള്ളിച്ചിലങ്ക കിലുക്കി സഞ്ചാരികളെ മാടി വിളിക്കുന്ന കക്കറ പത്തായക്കുന്ന് വെള്ളച്ചാട്ടത്തിന്റെ ശീൽക്കാരധ്വനികൾ. മാതമംഗലം ബസാറിൽ നിന്നും കക്കറ റൂട്ടിൽ ഏതാണ്ട് 20 കിലോമീറ്റർ യാത്രയുണ്ട് പത്തായക്കുന്നിലേക്ക്. കക്കറ വരെ മാത്രമേ ബസ് സർവീസുള്ളൂ.
അവിടെ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുറവട്ടം കോളനിയിലെത്താം. ഇവിടെ വരെ റോഡ് സൗകര്യവുമുള്ളൂ. ഇരുചക്ര വാഹനമുള്ളവർക്ക് യാത്ര ഏറെ എളുപ്പവും രസകരവുമാണ്. വനപ്രദേശമായതിനാൽ വഴിയോര കാഴ്ചകളും അതീവ ഹൃദ്യം. ഇവിടെ നിന്നങ്ങോട്ട് ചെങ്കുത്തായ വഴിയിലൂടെ കാൽനടയായി വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. പുറവട്ടം കോളനിക്കടുത്തുനിന്നേ കേൾക്കാം കുതിച്ചുപായുന്ന പത്തായക്കുന്ന് വെള്ളച്ചാട്ടത്തിന്റെ ജംഘാരനാദം. ഊടുവഴികൾ താണ്ടി കുന്നിറങ്ങിച്ചെന്നാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ നിപതന സ്ഥാനത്തു തന്നെ എത്താം. കാൽപ്പനിക കാവ്യഭാവനകളിൽ വർണ്ണിക്കപ്പെട്ടതുപോലെ പ്രകൃതിയുടെ വെള്ളി അരഞ്ഞാണമായി 50 അടിയിലേറെ പൊക്കത്തിൽ നിന്നും കരിമ്പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറി ഊർന്നിറങ്ങുന്ന ഈ ജലനിർഝരിയുടെ ദൃശ്യം എത്ര കണ്ടാലും മതിവരാത്ത സൗന്ദര്യ കാഴ്ചയാണ്. അല്പം സാഹസികതയും സരസതയും കൈമുതലായുള്ളവർക്ക് ചെങ്കുത്തായ പാറക്കെട്ടുകളിൽ അള്ളിപ്പിടിച്ചു കയറി വിസ്തരിച്ച് ഒരു ജലസ്നാനവും തരപ്പെടുത്താം. ഔദ്യോഗിക സംവിധാനങ്ങളോ ആസ്ഥാന ടൂറിസം വികസന സ്ഥാപനങ്ങളോ ഒന്നും കച്ചവടക്കണ്ണോടെ ഇവിടെ ഇനിയും എത്തിപ്പെട്ടിട്ടില്ലാത്തതിനാൽ പ്രകൃതിയുടെ നൈസർഗിക ലാവണ്യത്തിന് ഒരു ക്ഷതവും ഏറ്റിട്ടില്ലെന്നതും എടുത്തു പറയണം. മഴക്കാലാരംഭത്തോടെ സജീവമാകുന്ന ഈ വെള്ളച്ചാട്ടം വേനൽക്കാലമാകുന്നതോടെ അപ്രത്യക്ഷമാകും. ജൂൺ മുതൽ ഡിസംബർ അറുതി വരെയുള്ള 6 മാസക്കാലം പ്രകൃതിയുടെ വരദാനം പോലെ ഈ ഉൾനാടൻ വനമേഖലയിൽ സൗന്ദര്യത്തികവാർന്ന കാഴ്ചയും കുളിരും പകർന്ന് പത്തായക്കുന്നിന്റെ മടിത്തട്ടിൽ ഈ കാനനസുന്ദരിയുടെ പാൽനുര ചിതറിച്ചുള്ള അതിദ്രുത ഗമനം നീണ്ടുനിൽക്കും. പഠിച്ചു തീരാത്ത പാഠകപുസ്തകമാണ് പ്രകൃതി എന്ന് ഭക്ഷണത്തിലൂടെ തന്നെ അനുഭവിച്ചറിഞ്ഞതിന്റെ അമ്പരപ്പിലാണ് കണ്ടങ്ങാളി സ്കൂളിലെ കുട്ടികൾ. രുചികരവും പോഷക സമൃദ്ധവുമായ കറിക്കുട്ടികൾ ഒരുക്കി സ്കൂളിൽ സംഘടിപ്പിച്ച ഇലക്കറിമേള ഇലയറിവ് വീണ്ടെടുക്കപ്പെടേണ്ട ഒരു ഭക്ഷണ സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇലക്കറിമേളയുടെ ഉദ്ഘാടനം ബുധനാഴ്ച പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ എ വി ലളിത നിർവഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ എ വി അജയകുമാർ, സോമൻ, സത്യപ്രഭ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിച്ചു. രുചിയും ഔഷധഗുണവും പോഷക സമൃദ്ധിയും ഒത്തിണങ്ങിയ ഡസൻ കണക്കിന് ഇലക്കറികൾ. പലതരം ചേരുവകളോടെ തയ്യാർ ചെയ്തവരുടെ പാചക നൈപുണി കൂടി അനുഭവിച്ചറിഞ്ഞു ഇലക്കറികൾ രുചിച്ചു നോക്കിയവർ. കേരളത്തിലെ കർക്കിടകത്തെ ഭക്ഷണ സമൃദ്ധവും മനുഷ്യരെ അരോഗ ദൃഢഗാത്രരുമാക്കി നിലനിർത്തിയ ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ ഇലക്കറിമേള. സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിക്കപ്പെട്ടതാണ് ഈ മേള. മലയാളിയായി ജീവിച്ച് മറഞ്ഞുപോയവരോ വയോജനങ്ങളായി നമ്മോടൊത്ത് ഇപ്പോഴും ജീവിക്കുന്നവരോ ആയ മനുഷ്യരുടെ ഭക്ഷണത്തിന്റെ സമൃദ്ധിയും വൈവിധ്യവും കണ്ട് അമ്പരന്നിരിക്കുകയാണ് കണ്ടങ്ങാളി സ്കൂളിലെ കുട്ടികളും പുതിയ തലമുറയിലെ അധ്യാപകരും നാട്ടുകാരും. കുട്ടികളും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയ ഇലക്കറികൾ കൊണ്ടുള്ള പ്രത്യേക വ്യത്യസ്ത വിഭവങ്ങൾ ഒരു കാഴ്ചയായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്നത് കർക്കിടക മാസത്തിലാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. കർക്കിടക മാസത്തിൽ ഇലക്കറികൾക്ക് ഔഷധ ഗുണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദർശനം, ഇലക്കറികൾ ഉപയോഗിച്ചുള്ള ഈ പ്രദർശനം കുട്ടികൾക്ക് ആരോഗ്യപരമായ കാഴ്ചപ്പാട് അതിൽ കൂടുതൽ വ്യക്തത നൽകുന്നു. ചീര, മുരിങ്ങയില തുടങ്ങി വളരെ കുറച്ച് ഇലക്കറികളെ മാത്രം അറിയുന്ന, അവ തന്നെ വേണ്ടത്ര താല്പര്യത്തോടെ തിന്നാത്ത ന്യൂ ജനറേഷന്റെ മുന്നിലാണ് ഇലക്കറികളുടെ വൈവിധ്യമാർന്ന ലോകം സ്കൂളിൽ ഒരുക്കിയത്. സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ മധുരം പായസം പരിപാടിയും മേളയോടനുബന്ധിച്ച് നടന്നു.
തൃക്കരിപ്പൂർ മെട്ടമ്മൽ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉൾപ്പെടെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഉച്ചകലായം നന്നായി ഭക്ഷണം കഴിച്ചു, ഇല്ലേ? കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മുടെ ശരീരം കൊണ്ടുപോകുന്നു. നമ്മുടെ മനസ്സിന് വേണ്ടത്ര ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ശരീരം നല്ല തടിച്ച് വലുതായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ മനസ്സ് മെലിഞ്ഞു മെലിഞ്ഞു പോകുന്നു. അങ്ങനെ മനസ്സിന് മെലിയാൻ അനുവദിക്കാൻ പാടുണ്ടോ? പാടില്ല. മനസ്സിന് ഭക്ഷണമായിട്ട് നമുക്ക് നല്ല സാഹിത്യകൃതികളും നല്ല കലാപ്രകടനങ്ങളും ആസ്വദിക്കാൻ അവസരം കിട്ടണം. പ്രിൻസിപ്പൽ KV സത്യനാഥൻ ചടങ്ങിൽ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ C ഇബ്രാഹിം, PTA പ്രസിഡന്റ് VV മുസ്തഫ, മദർ PTA പ്രസിഡന്റ് നസീബ TM, M ഗംഗാധരൻ, രജനി K എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി PP സുരേഷ് സ്വാഗതവും വിദ്യാരംഗം കൺവീനർ ഫാത്തിമത്ത് സാഹിന നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പെൻഷൻകാർക്ക് ഉത്സവ ബത്തയിൽ വർധനവ് വരുത്താത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനം നടത്തി. പെൻഷൻകാർക്ക് ഉത്സവ ബത്തയിൽ വർധനവ് വരുത്താത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് PV കരുണാകരൻ, PP ഭാസ്കരൻ, P നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ലെൻസ്ഫെഡ് പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് ഹാളിൽ നടന്നു. നഗരസഭ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് V ദിലീപ്, വൈസ് പ്രസിഡന്റ് ശശി M, സെക്രട്ടറി സൂരജ് K, ജോയിന്റ് സെക്രട്ടറി പ്രഭാത് കുമാർ, ട്രഷററായി ശ്രീജിത്തിനെയും തെരഞ്ഞെടുത്തു. കാരണം നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പൈസ എന്തിനാണോ ചെലവിടുന്നതെന്ന് വെച്ചാൽ അധികം കൂടുതൽ ആഡംബരത്തിനാണ് ചെലവഴിക്കുന്നത്. നഗരസഭാ കൗൺസിലർമാരായ K കൃഷ്ണൻ, മണിയറ ചന്ദ്രൻ, അഡ്വക്കേറ്റ് ശശി വട്ടക്കൊവൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സമ്മേളനത്തിൽ ലെൻസ്ഫെഡ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി TCV ദിനേഷ് കുമാർ, സംസ്ഥാന സമിതി അംഗം MV പത്മനാഭൻ, ജില്ലാ സെക്രട്ടറി K കമലാക്ഷൻ, തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറി P രാജേഷ്, പ്രസിഡന്റ് C ശശീന്ദ്രൻ, PV കിഷോർ കുമാർ, P സുബ്രഹ്മണ്യൻ, A മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി BP ദിലീപ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. K സജീവന്റെ അധ്യക്ഷതയിൽ K സൂരജ് സ്വാഗതവും M ശശി നന്ദിയും പറഞ്ഞു. കെട്ടിട നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം ഓഗസ്റ്റ് 15 ശനിയാഴ്ച സംസ്ഥാന പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനത്തെ മൂന്നാമത്തേതും കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തേതുമാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചാൽ, കരകുളം എന്നിവയാണ് സംസ്ഥാനത്ത് 1ഉം 2ഉം സ്ഥാനക്കാർ. 18നും 60നും മധ്യേ പ്രായക്കാരായ 5000-ലധികം പേരാണ് തൃക്കരിപ്പൂരിൽ സാക്ഷരത നേടിയത്. ഇതിനകം ശ്രദ്ധേയ പദ്ധതികൾ നടപ്പിലാക്കി മികവിന്റെ പഞ്ചായത്തായി മാറിയ തൃക്കരിപ്പൂരിന് മറ്റൊരു അഭിമാന നേട്ടം കൂടിയാണ് സാക്ഷരതാ പഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യഘട്ടമെന്ന നിലയിൽ 100 പഞ്ചായത്തുകളിലാണ് സാക്ഷരതാ പരിശീലനം നടന്നത്. ഇതിൽ ജില്ലയിൽ 7 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. വാർഡ് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോർഡിനേറ്റർമാരും ഇൻസ്ട്രക്ടർമാരും പരിശീലനത്തിന് നേതൃത്വം നൽകി. കമ്പ്യൂട്ടറിൽ അടിസ്ഥാന വിവരം നൽകലായിരുന്നു ആദ്യപടി. തുടർന്ന് ഇമെയിൽ അയക്കാനും സ്വീകരിക്കാനും പരിശീലിപ്പിച്ചു. തുടർന്ന് വരുന്ന 2-3 ഘട്ടങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നടപ്പിലാക്കുക. പ്രഖ്യാപന ചടങ്ങിൽ K കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിക്കും. വിജ്ഞാൻ വികാസ് കേന്ദ്ര ഡയറക്ടർ N ബാലഗോപാലൻ, ഹാൻഡിക്രാഫ്റ്റ് ചെയർമാൻ MC ഖമറുദ്ദീൻ, PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളാകും. അതുല്യം 4ാം ക്ലാസ് പദ്ധതിയിൽ പഞ്ചായത്തിലെ പരീക്ഷാർത്ഥികൾ മുഴുവനും വിജയിച്ചതിന്റെ പ്രഖ്യാപനവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി AGC ബഷീർ, PV പത്മജ, അഡ്വക്കേറ്റ് MTP കരീം, VK ബാവ, T അജിത, സെക്രട്ടറി TK പ്രഭാകരൻ, കോർഡിനേറ്റർ CM ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി VP ശ്രീകണ്ഠ പൊതുവാളിന്റെ 45ാം ചരമവാർഷികം ഓഗസ്റ്റ് 27 മഹാദേവ ഗ്രാമത്തിൽ നടക്കും. മുന്നോടിയായി സംഘാടക സമിതി യോഗം പയ്യന്നൂർ ആരാധനാ ഓഡിറ്റോറിയത്തിൽ നടന്നു. EK നായനാർ സ്മാരക ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെ ആഭിമുഖ്യത്തിൽ ജിതിൻ സ്മാരക എൻഡോമെന്റ് വിതരണം ചെയ്തു. ചന്ദേര SI രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മുമ്പിലിട്ട് നമ്മളതുകൊണ്ട് ആ അനുഭവം ഷെയർ ചെയ്ത് നല്ലത് ഉൾക്കൊണ്ട് നമ്മളത് അനുഭവിച്ച് വരാവുന്ന തലമുറയ്ക്ക് കൈമാറി കൊടുക്കാൻ നമ്മളത് ബാക്കി വെക്കുക എന്നുള്ള ഒരു ജീവിതത്തിന്റെ ഒരു ചെറിയൊരു പരിചയം അതിൽ ടോട്ടൽ ആസ്പെക്റ്റിൽ പറഞ്ഞതല്ല. അപ്പോൾ അതിലേക്ക് തീർച്ചയായിട്ടും 2005-2008 ബാച്ചിൽ
2005-2008 ബാച്ചിൽ പോളിടെക്നിക് വിദ്യാർത്ഥിയായിരുന്ന പയ്യന്നൂർ കണ്ടങ്ങാളി സ്വദേശി ജിതിൻ പിയുടെ സ്മരണയ്ക്കായാണ് എൻഡോമെന്റ് ഏർപ്പെടുത്തിയത്. വിതരണ ചടങ്ങിൽ പ്രിൻസിപ്പൽ വേലായുധൻ അധ്യക്ഷനായി. വിനോദ്, ജിതിൻ അനുസ്മരണം നടത്തി. HOD രവീന്ദ്രൻ, ഹൃദ്യ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഉമേഷ് KV സ്വാഗതവും ഷിബു നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ ഓഗസ്റ്റ് 17 മുതൽ 22 വരെ സ്റ്റേഡിയത്തിൽ പരമ്പരാഗത കാർഷിക വ്യവസായ ഉൽപ്പന്ന പ്രദർശനവും വിപണന മേളയും സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം എല്ലാ വർഷവും നമ്മൾ നടത്തി വരാറുള്ളത് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നമ്മൾ നടത്തി വരാറുള്ളത്. ഈ വർഷം സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഓണം വിപണന മേള നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള വിപണനം നടത്താൻ വേണ്ടി സാധിക്കൂ. 2015-16 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 മുതൽ 27 വരെ സ്റ്റേഡിയത്തിൽ പരമ്പരാഗത കാർഷിക വ്യവസായ ഉൽപ്പന്ന പ്രദർശനങ്ങളും വിപണനമേളയും നടത്തും. കമനീയമായ ഖാദി ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, ചെറുകിട ഗ്രാമ കുടിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ, MSME, PMEGP, പ്രകൃതി ജീവന ഉൽപ്പന്നങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ നേരിട്ട് തന്നെ ഉപഭോക്താക്കൾക്ക് എത്തിക്കും. 23 രൂപ നിരക്കിൽ 5 കിലോ അരി കാർഡുടമകൾക്ക് നൽകും. 30% വിലക്കുറവിൽ കേരള ഹോർട്ടികോർപ്സിന്റെ പച്ചക്കറികളും മേളയിൽ വിൽക്കപ്പെടും. 17 ഉച്ചയ്ക്ക് 3 മണിക്ക് സെന്റ് മേരീസ് സ്കൂൾ പരിസരത്ത് നിന്ന് വിളംബര ഘോഷയാത്രയും നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ KK ഗംഗാധരൻ, അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, പാവൂർ നാരായണൻ, P ശ്യാമള, M വനജ, G ഷെറി, VV രമേശൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. പയ്യന്നൂർ സബ് ജില്ലാ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെയും പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഉപജില്ലയിലെ സ്കൂൾ കുട്ടികൾക്കായി സ്വാതന്ത്ര്യ സമര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ജില്ലാ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെയും റോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ഉപജില്ലയിലെ സ്കൂൾ കുട്ടികൾക്കായുള്ള സ്വാതന്ത്ര്യ സമര ക്വിസ് മത്സരം റോട്ടറി ഡിസ്ട്രിക്ട് ചെയർ ലിറ്ററസി തേജ്രാജ് മല്ലർ ഉദ്ഘാടനം ചെയ്തു. ഓരോ ക്വിസ് മത്സരത്തിന് വേണ്ടിയും ആ ക്വിസ് മത്സരത്തിൽ വരുന്ന ചോദ്യങ്ങളുമൊക്കെ എന്റെ അറിവിലേക്കുള്ള കൂട്ടലുകളെ വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മൾ പലരും പ്രത്യേകിച്ച് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത് ജോലി നേടാൻ വേണ്ടി, ഭാവിയിൽ ജോലി നേടാൻ വേണ്ടി മാർക്ക് കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ്. പയ്യന്നൂർ AEO VM രാജീവൻ അധ്യക്ഷനായി. രവീന്ദ്രൻ P, CR നമ്പ്യാർ, മുരളീകൃഷ്ണൻ AM തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി കുട്ടികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. പ്രാപ്പോയിൽ മഹ്മൂദ് മുസ്ലിയാരുടെ വസതിയിൽ വർഷം തോറും നടന്നുവരുന്ന ആണ്ട് നേർച്ച ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച നടക്കും. നൂർ മുഹമ്മദ് മിസ്ബാഹി നേതൃത്വം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 13 വ്യാഴാഴ്ച 11 മണിക്ക് ആണ്ട് നേർച്ചയും ഫോട്ടോഗ്രാഫിയും പ്രാപ്പോയിൽ ബഹുമാനപ്പെട്ട MA മഹ്മൂദ് മുസ്ലിയാരുടെ വസതിയിൽ ആണ്ട് നേർച്ചയും കൂട്ടുപ്രാർത്ഥനയും നടത്തപ്പെടുന്നതാണ്. പയ്യന്നൂർ ടൗണിൽ കണ്ടെത്തിയ നിശാശലഭം കാണികൾക്ക് കൗതുകമായി. അറ്റ്ലസ് വിഭാഗത്തിൽപ്പെടുന്ന നിശാശലഭമാണ് കാണികളെ വിസ്മയിപ്പിച്ചത്. അറ്റ്ലസ് എന്നറിയപ്പെടുന്ന നിശാശലഭം ഒരടിയോളം വീതിയുള്ളവയാണ്. ബുധനാഴ്ച രാവിലെ അലങ്കാർ ലോഡ്ജിന്റെ പരിസരത്താണ് നിശാശലഭത്തെ കണ്ടെത്തിയത്. സാധാരണ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ഈ വലിയ ശലഭത്തെ മൊബൈലിൽ പകർത്താൻ കാണികൾ തിരക്കുകൂട്ടി. പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പുരുഷന്മാർക്കായി നടത്തിവരുന്ന യോഗ പരിശീലന ക്ലാസ് സമാപിച്ചു. സമാപന പരിപാടി യോഗ പരിശീലകൻ KU പത്മനാഭൻ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് U നാരായണൻ മാസ്റ്റർക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റി പുരുഷന്മാർക്കായി നടത്തിവന്ന യോഗ പരിശീലന ക്ലാസിന്റെ സമാപന ചടങ്ങിൽ EA കൃഷ്ണൻ അധ്യക്ഷനായി. കയ്യന്തി പത്മനാഭൻ യോഗ പരിശീലകൻ നാരായണൻ മാസ്റ്ററെ പൊന്നാടി അണിയിച്ചു. P രവീന്ദ്രൻ, EA ബാലൻ, KK കുമാർ, VP രാജേഷ്, PK കൃഷ്ണൻ, KV സുനിൽകുമാർ, KV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. P പ്രേമരാജ് സ്വാഗതവും AV രാജൻ നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമായണ ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് VM വിജയരാഘവൻ വിഷയം അവതരിപ്പിച്ചു. ഇനി കാണാം മാറ്റൊലി. സബ്സിഡികൾ ഒഴികെ സർക്കാർ സേവനങ്ങൾക്കൊന്നും ആധാർ നിർബന്ധമാക്കരുതെന്ന് സർക്കാരിനോട് സുപ്രീംകോടതി. പ്രതികരണങ്ങളിലേക്ക്.
എൻ്റെ ആധാർ ഞാൻ തലശ്ശേരിയാണ്. അവിടെ പോയി ആധാർ ആക്കിയിട്ട് ആധാർ കിട്ടൂലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ എവിടെ ശരിയാ? ഈ ആധാർ ഇപ്പോൾ ഇനി എടുക്കാൻ പറ്റില്ലല്ലോ. ഇതെങ്ങനെ എടുത്തു വരേണ്ട ആവശ്യമല്ല. കുറേ പൈസ ചിലവാക്കിയിട്ട് സാധാരണക്കാരെ അതിനെ മോഹിപ്പിച്ചു. സാധാരണക്കാർക്ക് ഇന്നത്തെ കാലത്ത് ആധാർ കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടാൻ സാധിക്കും എന്ന് പറയുന്നു. ഏത് കാര്യത്തിന് നമ്മൾ ആധാർ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നു. ഇനി അത് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അറിയിപ്പുകൾ. ഏഴിമലയിൽ നിന്നും കുടിയിറക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ ഓഗസ്റ്റ് 15-ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ചൂരക്കാട് രവിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 9744211982 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള സ്റ്റേറ്റ് ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 16-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയോടുകൂടി അനർട്ട് നടപ്പിലാക്കുന്ന സൗരോർജ്ജ ഉൽപാദന സംവിധാനം, ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണ പരിപാടി എന്നിവ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ പരിപാടി ഓഗസ്റ്റ് 13-ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും. ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷനും കണ്ണൂർ അൽസലാമ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും ഓഗസ്റ്റ് 15-ന് ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ എംബേറ്റ് AKG സ്മാരക കലാസമിതി ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാസി ജില്ലാ സമ്മേളനം പിലാത്ര കൈരളി ഓഡിറ്റോറിയത്തിൽ കേരള പ്രവാസി സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരത്തിൽ പ്രകടനം. ഹക്കിം വധം ഉപവാസ സമരം 3 മാസം പിന്നിട്ടു. സംയുക്ത സമരസമിതി എക്സിക്യൂട്ടീവ് അംഗം AV രാജീവന്റെ നിരാഹാരം 7ാം ദിവസത്തിലേക്ക്. രുചികരവും പോഷകസമൃദ്ധവുമായ കറിക്കൂട്ടുകൾ ഒരുക്കി കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഇലക്കറിമേള ഇലയറിവ് ശ്രദ്ധേയമായി. വെള്ളിച്ചിലങ്ക കിലുക്കി സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കക്കറ പത്തായക്കുണ്ട് വെള്ളച്ചാട്ടം. കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസാപ് തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.